ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ജയപാലനൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ സമയം പ്രവീണ വിശാലിനെയും കൂട്ടി അകത്തേക്ക് പോവാം. അപ്പം രാജേശ്വരി വന്ന് ചോദിക്കും, ജയപാലേട്ട ഇത് പ്രശ്നമാകുമോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല. എൻ്റെ മകനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ ഈ ജയപാലൻ അറിയാം. നീ സമാധാനപ്പെട് രാജി എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോവാം. ഇതേ സമയം സ്നേഹതീരത്ത് നമ്മുടെ യമുന ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. നല്ല പനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ കാവേരി അടുത്തേക്ക് ചെല്ലുക. എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? ഇന്നലെയും ഉറങ്ങിയതല്ലല്ലോ. ദേ പോയി കിടന്ന് ഉറങ്ങിക്കേ, ഈ ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് പറയാം. എനിക്ക് കിടക്കാൻ പേടിയാ ചേച്ചി എന്ന് യമുന അപ്പോൾ പറയാണ്. എന്തിനാ പേടിക്കുന്നേ? നീ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലല്ലേ, ഞങ്ങളെല്ലാവരും നിന്റെ ചുറ്റിനും ഇല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് ചോദിക്കുക. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പോലും എനിക്കിപ്പോൾ ഭയവാ. അവൻ എന്നെ മുറിയിൽ കൊണ്ട് പൂട്ടിയിട്ടതുപോലെ തോന്നുക. വീണ്ടും ആരെങ്കിലും വന്ന് വാതിലടയ്ക്കുമോ എന്നുള്ള പേടിച്ചാ ഞാൻ ഓരോ നിമിഷവും ഒരു മുറിയിലിരിക്കുന്നത്. ചേച്ചിക്കറിയാവോ, ഇടയ്ക്കിടയ്ക്ക് അവൻ വരുന്നതും കാതോർത്ത് ഞാൻ ഇരിക്കും. വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും, എന്നിട്ട് അവൻ പോകും. എനിക്ക് പേടിയായിരുന്നു ചേച്ചി, ഞാൻ പേടിച്ചു പോയി എന്നും പറഞ്ഞ് യമുന കരയാണ്. യമുനയുടെ ഈ അവസ്ഥ കാണുന്ന കാവേരിക്കും ഒരുപാട് സങ്കടം വരിക. മോള് സങ്കടപ്പെടല്ലേ, ചേച്ചിയില്ലേ എന്നും പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് കാവേരി യമുനയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാത്രി ആയപ്പോഴേക്കും യമുനയ്ക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ യമുനയുടെ അടുത്ത് തന്നെ രാധമയും ശാരദയും നമ്മുടെ നിളക്കുട്ടിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാധമ്മ പറയും, കൊച്ചു വല്ലാതെ പേടിച്ചു പോയി, കണ്ടില്ലേ നല്ല പനിയാ, പേടിച്ചിട്ട് വന്നതാ. ആ മഹാഭാവി അവനൊന്നും ഒരിക്കലും ഗുണപിടിക്കാൻ പോകുന്നില്ല എന്ന് രാധമ്മ പറയാണ്. നാളെ ഇവളെ ആയിട്ടൊന്ന് ആശുപത്രിയിൽ പോകാം, അതിനുശേഷം ഒന്ന് അമ്പലത്തിലും കൊണ്ടുപോകണം പനി കുറഞ്ഞ് കഴിഞ്ഞാൽ എന്ന് ശാരദയും പറയാണ്. എനിക്കാണ് തല പൊട്ടിപ്പോകും അമ്മേ, ഉറങ്ങാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ പനിക്കൊരു ശമനം വന്നല്ലോ, ഞാനെന്നാൽ കുറച്ച് സമയം പോയി കിടക്കാം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രാധമ്മ പറയും, നീ ഈ തലവേദനയും പിടിച്ച് ഇങ്ങനെ ഇരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവളുടെ അടുത്ത് ഞാനുണ്ടല്ലോ, എനിക്കെന്തായാലും ഇനി ഉറക്കമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ ശാരദ നിളയോട് പറയും, ദേ പോയി ചേച്ചിമാരുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കേ, നിനക്ക് നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ എന്ന് ചോദിക്കുക. അപ്പം നിളയൊന്നും പറയില്ല കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ശാരദ അങ്ങോട്ട് പോവാണ്. രാധമ്മയും നിളയും യമുനയുടെ അടുത്ത് തന്നെ ഇരിക്കുക. കുറച്ച് സമയം കഴിയുമ്പം യമുനയാണ് പേടിച്ച് പിച്ചും പേയും പറയാനായിട്ട് തുടങ്ങും. അമ്മേ രക്ഷിക്കണേ എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് രാധമ്മ പോയി ചേർത്ത് പിടിക്കുകയാണ്. മോളെ യമുനെ കരയല്ലേ, ദേ അച്ഛമ്മ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കും കേട്ടോ. ഇതേ സമയം ശാരദയ്ക്ക് പോയി കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. അതുകൊണ്ട് ഹാളിലേക്ക് വരിക. അവിടെ നമ്മുടെ കാവേരിയും ഗംഗയും ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കാവേരി ചോദിക്കും, അമ്മ ഇത്ര സമയമായിട്ടും കിടന്ന് ഉറങ്ങിയില്ലേ? അമ്മയ്ക്ക് ഈ തലവേദനയൊക്കെ ഉള്ളതല്ലേ, ഉറങ്ങാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തലവേദന കൂടില്ലേ എന്ന് ചോദിക്കുക. ഇനി പോയി കിടന്നാലും എനിക്ക് ഉറക്കമൊന്നും വരാൻ പോകുന്നില്ല കൊച്ചേ എന്ന് ശാരദ പറയാണ്. ഞാൻ പണ്ട് കരുതിക്കൊണ്ടിരുന്നത് ഈ ആത്മാവൊക്കെ ഉണ്ടെന്നാ എന്ന് ശാരദ പറയും. അത് കേൾക്കുന്ന കാവേരി പറയൂട്ടോ, അമ്മയ്ക്ക് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങിയത് എന്ന് പറയാം. എൻ്റെ കൊച്ചെ നീ മിണ്ടരുത്, എനിക്കൊരു കുഴപ്പമില്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാ, നിങ്ങളൊന്ന് കേൾക്ക് എന്ന് പറയാം. അന്ന് അമ്മ പറ എന്ന് ഗംഗ അപ്പോൾ പറയൂട്ടോ. അല്ല, ആത്മാവ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 7 പണ്ടേ നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവ് ആ ജയപാലൻ്റെയും അയാളുടെ ദുഷ്ടനായ വിത്തുണ്ടല്ലോ വിശാല്, അവനെ ഇപ്പോൾ കൊന്നേനെ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഗംഗ പറയും, ആത്മാവൊന്നും ഇല്ലമ്മേ എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അച്ഛൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് എന്തുമാത്രം ആ ആത്മാവ് സങ്കടപ്പെടുന്നുണ്ടാകും എന്ന് പറയാണ്. അപ്പോൾ കാവേരി പറയും, ഇങ്ങനെ സങ്കടപ്പെടലേ, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവല്ല, നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറയാട്ടോ കാവേരി. അവരെ ഇങ്ങനെ വെറുതെ വിട്ടത് ഒട്ടും ശരിയായില്ലെന്ന എൻ്റെ അഭിപ്രായം എന്ന് പറയാം. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഗംഗ അപ്പോൾ ചോദിക്കുക. വിശാലിനെതിരെ ഒരു പരാതി കൊടുക്കണമായിരുന്നു. ഗംഗ ഇപ്പോൾ ഒരു പരാതി കൊടുത്താൽ അവനെ 7 പണ്ടേ പോലീസ് അറസ്റ്റ് ചെയ്തേനെ എന്ന് പറയാം. പരാതി കൊടുത്തിട്ട് എന്തിനാ എന്ന് ഗംഗ ചോദിക്കുകയാണ്. ആ കേസൊക്കെ അയാളും അയാളുടെ പരിവാരങ്ങളും ഒത്തുതീർപ്പാക്കി കളയും. അതുമാത്രമോ, കോടതിയിൽ കേസായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ച് യമുനയെ തേജോവധം ചെയ്യുമെന്ന് നിനക്കറിയാവോ? യമുനയാകെ നാണം കെടുത്തും, പിന്നെ നമുക്കാർക്കും തല ഉയർത്തി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കും എന്ന് പറയാം. അത് കേൾക്കുന്ന ശാരദയും പറയും, അത് ഗംഗ പറയുന്നതിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ തന്നെ വിശാലിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ മകളുടെ ഭാഗത്തും തെറ്റില്ലേ എന്ന് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് കാവേരി അപ്പം ചോദിക്കുക. ഉള്ളതാ കൊച്ചെ പറഞ്ഞത്, അവൻ വിളിച്ചപ്പോൾ തന്നെ എന്തിനാ യമുന പുറകെ പോയത്? അത് അവളുടെ ഭാഗത്ത് തെറ്റല്ലേ? അത്രയ്ക്ക് പൊട്ടിയാണോ യമുന എന്ന് ശാരദ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഗംഗയും പറയും, എത്ര തവണ ഞാൻ അവൾക്ക് ഉപദേശിച്ചതാണെന്നറിയാവോ, വിശാലുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന്. അതൊന്നും വകവയ്ക്കാതെ
അറിയാതല്ലേ വീണ്ടും അവൻ്റെ പഞ്ചാരവാക്കി പോയി അവൾ വീണത് എന്ന് പറയാം. ഇനിയിപ്പം അനുഭവിക്കുക തന്നെ. അപ്പം ശാരദ പറയും, നമ്മളിപ്പോൾ ഒരു പരാതി കൊടുത്താലും എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അയാൾ എത്രയും വേഗം തന്നെ മകനെ പുറത്തിറക്കും. അതിനുശേഷം ഇപ്പോൾ ഉപദ്രവിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി തന്തയും മോനും കൂടി ചേർന്ന് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. യമുന ഒന്നും കൂടി നാണം കെടും. അത്രമാത്രം നിനക്കല്ലാതെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ കാവേരിയും അത് സത്യമായതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. നേരം പുലരുമ്പം തന്നെ യമുനയ്ക്ക് പനി കൂടിയതുകൊണ്ട് അവർ കാവേരിയും ശാരദ ആണ് യമുനയും കൊണ്ട് ആശുപത്രി പോയിട്ട് വരുന്നത്. അപ്പോൾ അവർ ആശുപത്രി പോയിട്ട് മടങ്ങി വരുന്ന കാണുന്ന അയലോക്കത്തുള്ള ലൂസി ഏടത്തെയും പരിവാരങ്ങളൊക്കെ അടുത്തേക്ക് ചെല്ലുക. അത് ശാരദയാണല്ലോ, ആ ഇന്നലെ വന്ന പെണ്ണില്ലേ, അവളെയും കൊണ്ട് ആശുപത്രി പോയതാ. മിക്കവാറും ആ പെങ്കൊച്ചിന് വല്ല തട്ടുകേട് ഏറ്റിട്ടുണ്ടാകും. ശാരദ അത് കൊണ്ടുപോയി ചെക്ക് ചെയ്തതായിരിക്കും. കന്നാലും കണ്ടില്ലേ, ആ ജയപാലൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഈ തൊട്ട അയലോക്കത്ത് കിടന്നിട്ടും നമ്മളോടൊരു വാക്ക് പറഞ്ഞോ ഈ ശാരദ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവർ പരസ്പരമേ ഇതേ സമയം ശാരദ ഇത് എവിടെ പോയിട്ട് വരിക എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുക. ഓ ഒന്നും പറയണ്ട ലൂസിയെടുത്തി, കൊച്ചിന് നേരം വെളുത്തപ്പോൾ നല്ല പനി, ഒന്ന് ആശുപത്രി പോയതാ എന്ന് പറയാം. ഓ പനിക്ക് മാത്രമേ മരുന്ന് മേടിച്ചുള്ളൂ ശാരദ എന്നതിൽ വേറൊരാളിപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അല്ല, ഒരുത്തൻ്റെ കൂടെ രാത്രി മുഴുവനും കഴിഞ്ഞതല്ലേ, എന്തേലും കുഴപ്പമുണ്ടോ എന്ന് മറ്റേ ഡോക്ടറില്ലേ, ഏതു മറ്റേ ഡോക്ടർ എന്ന് കാവേരി അപ്പം ചോദിക്കുക. അതല്ല, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഡോക്ടറൊക്കെ ഇപ്പം നമ്മുടെ ഈ ആശുപത്രിയിലുണ്ടല്ലോ, അവരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുക. ദേ അനാവശ്യം പറയരുത് എന്ന് കാവേരി അപ്പം പറയൂട്ടോ. എന്തനാവശ്യം, നിന്റെ അനിയത്തി ചെയ്തത് അതിലും വലിയ അനാവശ്യമല്ലേ എന്ന് അപ്പം അവരെല്ലാവരോട് ചോദിക്കുക. അല്ല, ഏതവൻ്റെയും തല കെട്ടിവെക്കേണ്ടതല്ലേ ഇവളെയും, അന്നേരം എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുക. അപ്പം ശാരദയ്ക്ക് സങ്കടം വരിക. ശാരദ പറയും, ലൂസിയുടെ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു, നിങ്ങളുടെ വീട്ടിലും അല്ലേ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി പറയും, നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ കല്യാണപ്രായമായ മക്കൾ, എന്നിട്ട് അവരെ പറ്റി ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്ന് ചോദിക്കുക. അതിന് ഞങ്ങളുടെ മക്കളൊക്കെ നല്ല അടക്കോ ഒതുക്കമായിട്ടാണ് ഞങ്ങൾ വളർത്തുന്നത്. ഏതവനെങ്കിലും കണ്ണും കൈയും കാട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ അങ്ങ് പോയി വയറും വീർപ്പിച്ചുകൊണ്ട് വരത്തില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന യമുന അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് ദേഷ്യം വരിക. വയറും വീർപ്പിച്ചുകൊണ്ട് വരാനോ, ഈ മുറ്റത്ത് വന്ന് ഇങ്ങനെ തോന്നിവാസം പറയാൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന കല്ലെടുത്ത് കാവേരി അവരെയൊക്കെ എറിയാനായിട്ട് തുടങ്ങാൻ കേട്ടോ. നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കാവേരി, നിങ്ങളുടെ കുടുംബമഹിമ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിന്റെ അനിയത്തി കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി മിക്കവാറും വയറും വീർപ്പിച്ച് ഇവിടെ ഇരിക്കും. അത് ഞങ്ങൾ നാട്ടുകാർ തന്നെ കാണുകയും ചെയ്യും. ഒരു ഉപദേശം പോലെ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാനാ ആ മറ്റേ ഡോക്ടറെ കാണാൻ പറഞ്ഞ. അപ്പം ഞങ്ങളെന്തോ വലിയ അപരാധം ചെയ്തതുപോലെ ആണല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് ആ നാട്ടുകാരെല്ലാം കൂടി പറയാൻ കേട്ടോ. കാവേരി അവരെല്ലാവരെയും ഓടിച്ചു വിടുകയാണ്. അപ്പോൾ അവർ പരസ്പരം പറയാം, ഹോ എന്നാലും കണ്ടില്ലേ എല്ലാവരുടെ അഹങ്കാരം, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, 1-2 മാസം കഴിയട്ടെ അവളിവിടെ ഇരുന്ന് നോക്കാനിക്കുന്നത് കാണേണ്ട അവസ്ഥ നമുക്ക് തന്നെ വരും എന്ന് പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ശാരദ യമുനയും ആകെ തകർന്നു പോയിട്ടുണ്ട്. ഇതേ സമയം വിശാലിനെ ആയിട്ട് ആശുപത്രി വന്നിരിക്കുകയാണ് പ്രവീണയും ജയപാലനും. അപ്പം പരിചയക്കാരൊക്കെ ഫോൺ വിളിച്ചൊക്കെ ജയപാലനോട് തിരക്കുന്നുണ്ട്, മകൻ എന്തു പറ്റിയെന്ന്. ഓ അതൊന്നും ഇല്ലെന്നേ, അവനൊന്ന് ബൈക്കിൽ നിന്ന് വീണതാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തേലും ശ്രദ്ധയുണ്ടോ, ബൈക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒറ്റ സ്പീഡിലൊരു പോക്കല്ലേ, അതിൻ്റെ ഫലം ചെറുതായിട്ടൊന്ന് വീണു, കൈയും കാലിലൊക്കെ ചെറിയ പരിക്കുണ്ട് എന്ന് പറയാം. എന്നിട്ട് വിശാലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഓരോന്നൊക്കെ നീ ചെയ്തു വെച്ചതിൻ്റെ ഇപ്പം ഞാനാ നാട്ടുകാരോട് മറുപടി പറയേണ്ടത്. അച്ഛൻ എന്നോട് ക്ഷമിക്കച്ച എന്നും പറഞ്ഞ് വിശാൽ ജയപാലനെ ചേർത്ത് പിടിക്കുകയാണ്. അച്ഛനിങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ ഇനിയും തല്ലിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, അച്ഛനിങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് സഹിക്കില്ല എന്ന് പറയാം. അപ്പം ഇതും കണ്ടുകൊണ്ട് പ്രവീണെ അങ്ങോട്ട് വരിക. അപ്പം ജയപാലൻ മോനെ ആശ്വസിപ്പിക്കുക, സാരമില്ലടാ, നിനക്കൊരു തെറ്റുപറ്റി, അത് ക്ഷമിക്കേണ്ടത് ഈ ഞാനല്ലേ, നിൻ്റെ കൂടെ ഈ അച്ഛനുണ്ടടാ, ഇനിയും നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഈ അച്ഛൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കളുടെ മേലെ ഒരു പൂഴിമണൽ വീഴാൻ പോലും അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പം ഇത് കണ്ടുകൊണ്ട് വരുന്ന പ്രവീണ പറയും, അച്ഛൻ്റെ മകൻ്റെ ഇരിപ്പ് കണ്ടപ്പം ഇനി ഒരിക്കലും മിണ്ടാൻ പോകുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. എനിക്കങ്ങനെ എൻ്റെ മക്കളോട് മിണ്ടാതിരിക്കാൻ കഴിയോടി പൊട്ടി പ്രവീണെ എന്ന് ജയപാലൻ അപ്പോൾ ഭാര്യയോട് ചോദിക്കുക. ഇവരെൻ്റെ ജീവനല്ലേ, ഇവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ജീവിക്കുന്നത് പോലും എന്ന് പറയാം. എന്നാലും ജയപാലേട്ടൻ ആ ശാരദയും മക്കളെയും വെറുതെ വിട്ടത് ശരിയായില്ല. ഇവൻ ചെയ്തത് തെറ്റാ, അതിന് 1-2 തല്ല് ഇവന് കൊടുത്തിരുന്നെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചേനെ. ഇവൻ്റെ കോലം കണ്ടില്ലേ, അവരുടെ മകളും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവൻ വിളിച്ചപ്പം അവളല്ലേ പിന്നാലെ പോയത്, അതുകൊണ്ട് ഇരുവർ കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ രീതിയിൽ നമ്മുടെ മകനെ തല്ലി ചതിച്ച അവരെ വെറുതെ വിടരുത് ജയപാലേട്ട എന്ന് പ്രവീണ പറയാം. അതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ തയ്യൽക്കാരനില്ലേ എൻ്റെ മകനെ ഈ അവസ്ഥയിലാക്കിയവൻ, അവന് ഉള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് ജയപാലൻ പറയാൻ കേട്ടോ. അപ്പം
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതിനുശേഷം ജയപാലൻ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ കാവേരിയൊക്കെ പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിനീത് ഒരു കാരണവുമില്ലാതെ വിശാലിനെ ഉപദ്രവിച്ചതാണെന്നുള്ള രീതിയിൽ പരാതി കൊടുക്കുകയും നമ്മുടെ വിനീതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ഒക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും